വിജയമന്ത്ര ഓൺലൈൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ അനിൽ. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ബെണ്ടി എന്ന ചാപ്റ്ററാണ്. ഇതൊരു എക്സ്ട്രാ റീഡിംഗ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിരിക്ത വാചൻ കേലിയെ, അതായത് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയാണ്, അധിക വായനയ്ക്ക് വേണ്ടി. അറിയപ്പെടുന്ന ഒരു ആധുനിക കഥാകാരിയും നോവലിസ്റ്റുമാണ് മന്നു ഭണ്ഡാരി. ആ മന്നു ഭണ്ഡാരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉപന്യാസമാണ് ആപ്കാ ബെട്ടി, ഒരു നോവലാണ്. ആ നോവലിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമുക്കിന്ന് എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് തന്നിരിക്കുന്നത്. അതാണ് ആ നോവലിൻ്റെ ഈ അംശിൻ്റെ പേര്, അതായത് ആപ്കാ ബെണ്ടി എന്ന് പറയുന്ന മെയിൻ നോവലിൻ്റെ ഒരു ചെറിയ അംശമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതിൻ്റെ ടൈറ്റിലാണ് ബണ്ടി. ബണ്ടി. റൈറ്റർ ആരാണ്? മന്നു ഭണ്ഡാരി, ആധുനിക കഥാകാരിയും നോവലിസ്റ്റുമാണ്. ഈ ആപ്കാ ബെണ്ടി എന്ന് പറയുന്ന നോവലിൽ അച്ഛനമ്മമാരുടെ വിവാഹബന്ധം തകരുന്നതിൻ്റെ സംഘർഷം അനുഭവിക്കുന്ന ഒരു കുട്ടിയെ യുടെ കഥയാണ്. ആ കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതപ്പെട്ട ഒരു നോവലാണ്. അത് അറിയപ്പെടുന്ന ഒരു നോവലാണ് ആപ്കാ ബെണ്ടി എന്ന് പറയുന്ന മന്നു ഭണ്ഡാരിജിയുടെ നോവൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അംശമാണ് ബണ്ടി. നമുക്കിനി അതൊന്ന് നോക്കാം. मम्मी ड्रेसिंग टेबल के सामने बैठी तैयार हो रही है. बेंडी पीछे खड़ा चुपचाप देख रहा है. मम्मी जब भी कॉलेज जाने के लिए तैयार होती है, बेंडी बड़े कौतूहल से देखता है. जान तो वह आज तक नहीं पाया, पर उसे हमेशा लगता है कि ड्रेसिंग टेबल की इन रंग बिरंगी शीशियों में, छोटी बड़ी डिबियों में ज़रूर कोई जादू है कि मम्मी इन सबको लगाने के बाद एकदम बदल जाती है. कम से कम बेंडी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही, कोई और हो गई है. നോക്കാം. मम्मी ड्रेसिंग टेबल के सामने बैठी तैयार हो रही है. അമ്മ എന്ത് ചെയ്യാണ്? ആ പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മമ്മി ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബണ്ടി പീച്ചെ ഖട ചുപ് ചാപ്പ് ദേഖ് രഖാ ഹെ. ബണ്ടി തൊട്ട് പുറകിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് നിന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഒരുങ്ങുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മി ജബ് ഭി കോളേജ് ജാനെ കെ ലിയെ തയ്യാർ ഹോത്തി ഹെ. അമ്മ കോളേജിൽ പോകാനായിട്ട് എപ്പോഴാണോ ഇങ്ങനെ തയ്യാറാകുന്നത്, ബണ്ടി ബിടെ കൗതൂഹൽ സെ ദേഖ്താ ഹെ. അതായത് അമ്മ കോളേജിൽ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ബണ്ടി എന്ത് ചെയ്യും? വളരെ കൗതൂഹൽ സെ ദേഖ്താ ഹെ, വളരെ കൗതുകത്തോടു കൂടി അത് കണ്ടുകൊണ്ട് നിൽക്കും. ജാൻ തോ വഹ് ആജ് തക് നഹീം പായ. പക്ഷേ ഇന്ന് വരെ അവന് അറിയില്ലായിരുന്നു. ഇന്ന് വരെ ജാൻ തോ വഹ് ആജ് തക് നഹീം പായ, അതായത് ഇന്ന് വരെ അവന് ഒന്നും മനസ്സിലായിട്ടില്ല. എന്താ മനസ്സിലായിട്ടില്ല? पर उसे हमेशा लगता है कि ड्रेसिंग टेबल की इन रंग बिरंगी शीशियों में, छोटी बड़ी डिबियों में ज़रूर कोई जादू है कि मम्मी इन सब को लगाने के बाद एकदम बदल जाती है. അതായത് അവൻ ഇന്ന് വരെ അതിനെപ്പറ്റി ഒന്നും മനസ്സിലായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഉസെ ഹമേഷ ലഗ്താ ഹെ കി, അവന് എല്ലായ്പ്പോഴും അവന് തോന്നിയിരുന്നു ഡ്രസ്സിംഗ് ടേബിൾ കി ഇൻ രംഗ് ബിരംഗി ശീശിയോമേ, അതായത് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തുള്ള ഈ കളർഫുള്ളായിട്ട് നല്ല പല വർണ്ണങ്ങളിലുള്ള അല്ലെ കളർഫുള്ളായിട്ടുള്ള ഈ ശീശിയോമേ, ശീശി മീൻസ് കുപ്പികളിൽ, ചോട്ടി ബെഡി ഡിബിയോമേ, ചെറുതും വലുതുമായിട്ടുള്ള ഡിബിയ മീൻസ് എന്താണ്? ഡപ്പികളിൽ, ജറൂർ തീർച്ചയായിട്ടും, കൊയ് ജാദു ഹേ, എന്തോ ഒരു മാജിക് ഉണ്ട്. എന്തെന്നാൽ കി മമ്മി ഇൻ സബ്കോ ലഗാനെ കെ ബാദ് എക്ദം ബദൽ ജാത്തി ഹേ. അമ്മ ഈ കുപ്പികളിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ്? തികച്ചും വ്യത്യസ്തയായി മാറുന്നു, അങ്ങ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വരെ അവന് അതിനെപ്പറ്റി അധികം മനസ്സിലായിട്ടില്ല. പക്ഷേ അവന് എല്ലായ്പ്പോഴും തോന്നുമായിരുന്നു എന്താണ്? ഈ ഡ്രസ്സിംഗ് ടേബിളിലെ
കുപ്പികളിൽ, കളർഫുള്ളായിട്ടുള്ള കുപ്പികളിലോ അല്ലെ ചെറുതും വലുതുമായിട്ടുള്ള ഡെപ്പികളിലോ ഇരിക്കുന്ന വസ്തുക്കളിൽ എന്തോ ഒരു മാജിക്കുണ്ട്. കാരണം ഇതൊക്കെ മമ്മി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മയെ തികച്ചും എന്താണ് വ്യത്യസ്തമായിട്ട്, അതായത് ചേഞ്ച് ചെയ്യും എന്ന് വെച്ചാൽ തികച്ചും വ്യത്യസ്തമായിട്ട് മാറുന്നു. कम से कम बेंडी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही, कोई और हो गई है. കം സെ കം ഏറ്റവും കുറഞ്ഞത് ബെണ്ടിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു. എന്ത്? ഉസ്കി മമ്മി അബ് ഉസ്കി നഹി രഹി, ഇപ്പോൾ അവൻ്റെ അമ്മ എന്താണ് അവൻ്റേതല്ലാതായി മാറി. കോയി ഔർ ഹോ ഗയി ഹേ, മറ്റാരോ ആയി മാറി എന്ന് അവന് തോന്നുമായിരുന്നു. पूरी तरह तैयार होकर हाथ में पर्स लेकर मम्मी ने कहा, देखो बेटे, धूप में बाहर नहीं निकलना. हाँ. फिर फूफी को आदेश दिया, बेंडी जो खाए वही बनाना, एकदम बेंडी की मर्जी का खाना, समझी. पूरी तरह तैयार होकर, അപ്പം കംപ്ലീറ്റ് റെഡി ആയതിന് ശേഷം, പൂർണ്ണമായിട്ടും തയ്യാറായതിന് ശേഷം, ഹാത്ത് മേ പേഴ്സ് ലേക്കർ, കയ്യിലൊരു പേഴ്സുമൊക്കെ എടുത്ത് മമ്മീനെ കഹ, മമ്മി പറഞ്ഞു, ദേഖോ ബേട്ടെ, നോക്കൂ മോനെ, ധൂപ് മേ ബാഹർ നഹി നികൽന, പുറത്ത് വെയിലാണല്ലേ, ഈ വെയിലത്ത് നീ പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല. ബാഹർ, ആ ബാഹർ എന്ന വേർഡ് ഓപ്പോസിറ്റാണ് അന്തർ. ബാഹർ എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റാണ് അന്തർ. അപ്പം പുറത്ത് ധാരാളം പുറത്ത് വളരെ ശക്തിയായ വെയിലാണ്, അതുകൊണ്ട് നീ പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല. ഹാ. ഫിർ ഫൂഫിക്കോ ആദേശിയ, അതിനുശേഷം ഫൂഫി മീൻസ് അമ്മായിയാണ്. ഫൂഫിക്ക് നിർദ്ദേശങ്ങൾ നൽകി, ഓർഡേഴ്സ് കൊടുത്തു. എന്താ ആദേശിൻ്റെ അർത്ഥമാണ് നിർദ്ദേശം കൊടുത്തു. എന്താ നിർദ്ദേശം കൊടുത്തത്? ബെണ്ടി ജോ ഖായേ വഹി ബനാന, ബെണ്ടി എന്താണോ കഴിക്കുന്നത് അതുണ്ടാക്കുക. എക്ദം ബെണ്ടിക്ക് മർജി കാ ഖാന, തികച്ചും ബെണ്ടിക്ക് മർജി, ബെണ്ടിയുടെ ഇഷ്ടം. മർജി എന്ന് വെച്ചാൽ അർത്ഥം ഇഷ്ടം, ബെണ്ടിക്ക് ഇഷ്ടമുള്ള ആഹാരം. സംശന മീൻസ് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ പൂർണ്ണമായിട്ടും ബെണ്ടിയുടെ അമ്മ തയ്യാറായതിന് ശേഷം കയ്യിലൊരു പേഴ്സുമൊക്കെ എടുത്തിട്ട് മമ്മി പറഞ്ഞു, നോക്കൂ മോനെ, പുറത്ത് വളരെയധികം വെയിലുണ്ട്, അതായത് ശക്തിയായ വെയിലുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനുശേഷം അമ്മായിക്ക് എന്ത് ചെയ്തു? നിർദ്ദേശങ്ങൾ നൽകി. ബെണ്ടി എന്താണോ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അത് വേണം ഉണ്ടാക്കാനായിട്ട്, തികച്ചും ബെണ്ടിക്ക് ഇഷ്ടമുള്ള ആഹാരം വേണം ഉണ്ടാക്കുവാൻ. മനസ്സിലായോ എന്ന് ചോദിച്ചു. ചൽനെ സെ പെഹലെ മമ്മീനെ ഉസ്കാ ഗാൽ ഥപ്ഥപായ, പോകുന്നതിന് മുമ്പ് മമ്മി എന്ത് ചെയ്തു? അവൻ്റെ ഉസ്കാ ഗാൽ ഥപ്ഥപാന, അവൻ്റെ കവിള്. ഗാൽ ക അർത്ഥ ഹെ കവിൾ, ഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം കവിൾ. ഥപ്ഥപാന മീൻസ് തലോടുക. അവൻ്റെ കവിളിൽ ഒന്ന് തലോടി. ബാലോമേ ഉംഗലിയ ഫസാക്കർ ബടെ പ്യാർ സെ ബാൽ ഛിഞ്ചോട് ദിയേ, ബാലോമേ ഉംഗലിയ ഫസാക്കർ, മുടിയിൽ, അവൻ്റെ മുടികളിലൂടെ എന്ത് ചെയ്തു? ഉംഗലിയ ഫസാക്കർ, ഉംഗലി മീൻസ് വിരലുകൾ ഇങ്ങനെ വിരലുകൾ ഓടിച്ച് എന്ത് ചെയ്തു? ബെടെ പ്യാർ സെ ബാൽ ജിഞ്ചോട് ദിയ, വളരെ സ്നേഹത്തോടു കൂടി. ബെടെ പ്യാർ സെ, വളരെ സ്നേഹത്തോടു കൂടി. ബെഡാക്ക അർത്ഥേ വളരെ വലിയ സ്നേഹത്തോടു കൂടിയെന്നാണ്. ബെഡ എന്ന് പറഞ്ഞാൽ വലുതെന്നാണ്. ഇവിടെ വളരെ സ്നേഹത്തോടു കൂടി എന്നാണ്. ബെഡ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഛോട്ട. ബെഡ എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് ഛോട്ട. ബഹുത് പ്യാർ സെ ബാൽ ജിഞ്ചോട് ദിയേ, മുടിയൊക്കെ ഇങ്ങനെ തഴുകി. ജിഞ്ചോടിനാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പിടിച്ച് ഉലയ്ക്കുക എന്നോ, അല്ലെങ്കിൽ നമുക്കിവിടെ തലോടുക എന്ന് നമുക്ക് യൂസ് ചെയ്യാം. പർ ബെണ്ടി ജൈസെ ബുധ് ബനാ ഖടാ രഹ, പക്ഷേ ബെണ്ടി ജൈസെ ബുദ്ധ് ബനാ ഖടാ ഥ, ബെണ്ടി എന്തുപോലെയാ നിന്നത്? ബുദ്ധ് ക അർത്ഥ ഹെ പ്രതിമ, ബെണ്ടി അപ്പോഴും ഒരു പ്രതിമയെപ്പോലെ അവിടെ നിന്നു. ബാഹ് പകഡ്കർ ഝൂലാ നഹി, കിസി ചീസ് കി ഫർമായിഷ് നഹി കി. ബാഹ് പകഡ്കർ ഝൂലാ നഹി, അതായത് ബാഹ് മീൻസ് കൈ, ബാഹ് പകഡ്കർ ഝൂൽന മീൻസ് കൈ പിടിച്ച് തൂങ്ങാനോ, ഝൂൽന മീൻസ്
നമ്മൾ പറയുക ആടുക എന്ന് പറയും ചൂലിന്. അതായത് കയ്യിൽ പിടിച്ച് ആടാനോ തൂങ്ങാനോ ഒന്നും പോയില്ല. കിസി ചീസ് കി ഫർമായിഷ് നഹീങ്കി, ഏതെങ്കിലും ഒരു വസ്തു വാങ്ങണമെന്നുള്ള ആവശ്യം പോലും പറഞ്ഞില്ല. ഫർമായിഷ് മീൻസ് അഭ്യർത്ഥന എന്ന് പറയും, അല്ലെ നമ്മൾ പറയും ആവശ്യപ്പെടുക എന്നും പറയും ഫർമായിഷ്. എന്തെങ്കിലും വസ്തു ആവശ്യമുണ്ടെന്ന് പോലും പറഞ്ഞില്ല. കയ്യെ പിടിച്ച് തൂങ്ങാനായും പോയില്ല, എന്തെങ്കിലും വസ്തു ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്തില്ല. मम्मी ने खींच कर उसे अपने पास सटा लिया. मम्मी ने खींच कर, മമ്മി എന്ത് ചെയ്തു? ഖീഞ്ചന മീൻസ് വലിക്കുക. അമ്മ എന്ത് ചെയ്തു? ഉസേ ഖീഞ്ചന, അവനെ അടുത്തേക്ക്, അപ്പനെ പാസ് സടാലിയ, മമ്മീനെ ഉസേ അപ്പനെ പാസ് ഖീഞ്ച് ലിയ. മമ്മി എന്ത് ചെയ്തു? അവനെ തൻ്റെ അടുത്തേക്ക് വലിച്ചു. എന്നിട്ട് എന്ത്? അപ്പനെ പാസ് സടാലിയ, അപ്പനെ പാസ് സഡന മീൻസ് തന്നോടൊപ്പം ചേർത്ത് നിർത്തി. ഖീഞ്ചന വലിക്കുക. ഉസെ അപ്പനെ പാസ് മീൻസ് തൻ്റെ അടുത്തേക്ക്. പാസിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ദൂർ. പാസിൻ്റെ ഓപ്പോസിറ്റാണ് ദൂർ, അകലെ. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ദൂർ അകലെ. സഡാലിയ മീൻസ് സഡന മീൻസ് ചേർക്കുക, തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. മമ്മീനെ ഖീഞ്ച് ഉസേ എന്ന് പറഞ്ഞാൽ കിസേ, ആരെയാ? ബെണ്ടിക്കോ അപ്പനെ പാസ് സഡാലിയ, ബെണ്ടിയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. പർ ഏകദം ചിപക്കർ ഭി ബെണ്ടിക്കോ ലഗാ ജൈസെ മമ്മി ഉസ്സെ ബഹുത് ദൂർ ഹെ. പക്ഷേ ഏകദം തികച്ചും ചിപക്കർ മീൻസ് പറ്റിച്ചേർന്ന്. ചിപക്കർ ഭി, അതായത് അമ്മ അടുത്തേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ അപ്പോൾ ബെണ്ടി എങ്ങനെ അമ്മയിൽ തികച്ചും പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. പറ്റിച്ചേർന്ന് നിന്നിട്ട് പോലും ബെണ്ടിക്കോ ലഗ തോന്നി ജൈസെ മമ്മി ഉസ്സെ ബഹുത് ദൂർ ഹെ, എന്നിട്ടും അവന് തോന്നി അമ്മ അവനിൽ നിന്നും വളരെ ദൂരെയാണ് എന്ന് അവന് ഫീൽ ചെയ്തു. അപ്പോൾ അമ്മ അവനെ അടുത്തേക്ക് വലിച്ച് ചേർത്ത് നിർത്തി, തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പോലും അവന് തികച്ചും അമ്മയോട് ഒപ്പം ചേർന്ന് പറ്റിച്ചേർന്ന് നിന്നിട്ട് പോലും അവന് തോന്നി അവനിൽ നിന്നും അമ്മ വളരെ ദൂരെയാണ് എന്ന്. ഉസ്സെ ബഹുത് ദൂർ ഹെ. और फिर वे सचमुच ही दूर हो गई. और फिर वे सचमुच ही दूर हो गई. അതായത് പിന്നെ അവർ ശരിക്കും അവനിൽ നിന്നും വളരെ ദൂരെ അകന്നുപോയി. ആര്? മമ്മി. അപ്പോൾ അവന് തോന്നി അമ്മ അവനിൽ നിന്നും ദൂരെയാണ്. പക്ഷേ സത്യത്തിൽ എന്താണ്? പിന്നെ അവർ ശരിക്കും അവനിൽ നിന്നും അകന്നുപോയി. ഉൻകി ചപ്പൽ കി ഖട്ഖട്ട് जब बरामदे की सीढ़ियों पर पहुंची तो बंडी कमरे के दरवाजे पर आकर खड़ा हो गया. എന്താണ്? ഉൻകി ചപ്പൽ കി ഖട്ഖട്ട്. ഉൻകി കിൻകി, ആരുടെ ചപ്പൽ കി ഖട്ഖട? മമ്മിയുടെ. ഉൻകി ചപ്പൽ മീൻസ് ചെരുപ്പ്. ചപ്പൽ കി ഖട്ഖട്ട് കടകട ശബ്ദം. ജബ് ബരാമദേ കി സീഡിയോ പർ പहुंची, എപ്പോഴാണോ വരാന്തയുടെ സീഡി മീൻസ് സ്റ്റെപ്പ്, സീഡിയോ മീൻസ് സ്റ്റെപ്പുകളിൽ ചെന്നെത്തുന്നത്. അതായത് എപ്പോഴാണോ അമ്മയുടെ ചെരുപ്പിൻ്റെ ശബ്ദം, ആ കടകട ശബ്ദം വരാന്തയുടെ സ്റ്റെപ്പുകളിലേക്ക് എത്തിച്ചേർന്നത്, തോ ബെണ്ടി കമരേക്കെ ദർവാസെ പർ ആക്കർ ഖടാ ഹോ ഗയ. അപ്പോഴേക്കും ബെണ്ടി എന്ത് ചെയ്യും? തൻ്റെ മുറിയുടെ വാതിലിൽ, ദർവാസ മീൻസ് വാതിലിൽ ചെന്ന് അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ ചെരുപ്പിൻ്റെ ശബ്ദം എപ്പോഴാണോ വരാന്തയുടെ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ എത്തിച്ചേരുന്നത്, അപ്പോഴേക്കും അവനെന്ത് ചെയ്യും? മുറിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുമായിരുന്നു. और मम्मी जब फाटक खोलकर सड़क पार करके घर के ठीक सामने बने कॉलेज में घुसी तो बंडी दौड़कर अपने घर के फाटक पर खड़ा हो गया. അപ്പോൾ അതിനുശേഷം എന്താണ്? മമ്മി ജബ് ഫാടക് ഖോൽക്കർ, അമ്മ എപ്പോഴാണോ, അതായത് അമ്മ ആ ഗേറ്റ് തുറന്ന്, ഫാടക് അർത്ഥ ഹേ ഗേറ്റ്, വാതിൽ, നമ്മൾ ഗേറ്റ്, നമ്മുടെ വീടിൻ്റെയൊക്കെ മുറ്റത്തുള്ള ഗേറ്റ്. അപ്പം ഫാടക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഗേറ്റ്. ഫാടക് ഖോൽന, ഗേറ്റ് തുറന്ന്, സടക് പാർക്കൊക്കെ, റോഡ് മുറിച്ച് കടന്ന്, ഘർക്കെ ഠീക്ക് സാമനെ ബനെ, അതായത് വീടിൻ്റെ തൊട്ട് അടുത്തായി കാണപ്പെടുന്ന ആ കോളേജിലേക്ക് പ്രവേശിക്കുക. ഖുസീത്തോ ബണ്ടി ദൗഡ് കർ അപ്പനെ ഘർക്കെ ഫാടക് പർ ഖടാ ഹോ ഗയ. അതായത്
അമ്മ ഗേറ്റ് തുറന്ന് റോഡ് മുറിച്ചു കടന്ന് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കോളേജിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ബണ്ടി എന്തു ചെയ്യും? ഓടി തൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുമായിരുന്നു. സിർഫ് ദൂർ ജാതി ഹുയി മമ്മി കോ ദേഖ്നെ കെ ലിയെ. എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ പോയി നിൽക്കുന്നത്? സിർഫ് ദൂർ ജാതി ഹുയി മമ്മി കോ ദേഖ്നെ കെ ലിയെ. ദൂർ ജാതി ഹുയി അപ്പനെ മമ്മി കോ ദേഖ്നെ കെ ലിയെ വോ വഹാ ഖഡേ ഹോ ഗയേ. അതായത് ദൂരേക്ക് പോകുന്ന, കോളേജിലേക്ക് ദൂരേക്ക് പോകുന്ന അമ്മയെ കാണുന്നതിന് വേണ്ടിയാണ് അവൻ ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നത്. വഹ് ജാൻതാ ഹേ, അവൻ അറിയാമായിരുന്നു. മമ്മി അബ് പീछे മുടുക്കർ നഹീ ദേഖേങ്കി. അമ്മ ഇനിയും പീछे മുടന മീൻസ് പുറകോട്ട് തിരിഞ്ഞു നോക്കുക. അപ്പോൾ അവൻ അറിയാമായിരുന്നു അമ്മ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയില്ല എന്ന് അവന് അറിയാമായിരുന്നു. പീछे എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെ വിലോം ശബ്ദമാണ് ആകെ. പീछे എന്നുള്ളതിൻ്റെ വിലോം ശബ്ദമാണ് ആകെ. അപ്പം അവൻ അറിയാമായിരുന്നു അമ്മ എന്തായാലും ഇനിയിപ്പോൾ തിരിഞ്ഞു നോക്കുകയില്ല. മുടുക്കർ ദേഖ്ന, തിരിഞ്ഞു നോക്കുകയില്ല. മുടുക്കർ നഹി ദേഖേഗി, തിരിഞ്ഞു നോക്കുകയില്ല എന്നവന് അറിയാമായിരുന്നു. നപേ തുലേ കദം രക്തി ഹുയി സീധി ചൽത്തി ചലി ജായേഗി. നപേ തുലേ മീൻസ് അതായത് അളന്ന് തൂക്കിയ രീതിയിൽ, എന്നുവെച്ചാൽ അളന്ന് തൂക്കിയ രീതിയിലുള്ള സ്റ്റെപ്പ്, കാൽവെപ്പോടുകൂടി അമ്മ ഇങ്ങനെ നേരെ, സീധി മീൻസ് നേരെ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. സീധി ചലി ജായേഗി. जैसे ही अपने कमरे के सामने पहुंचेगी चपरासी सलाम ठोकता हुआ दौड़ेगा और चिक उठाएगा. അതായത് अपने कमरे के सामने जब മമ്മി अपने कमरे के पास പहुंचेगी യാ സാമനെ പहुंचेगी, എപ്പോഴാണോ അമ്മ തൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് അപ്പോഴേക്കും എന്ത് ചെയ്യും? ചപ്പരാസി എന്ന് പറഞ്ഞാൽ ആരാണ്? പിയൂണ്. ചപ്പരാസി എന്ന് പറഞ്ഞാൽ പിയൂണ് സലാം ഠോക്താ ഹുവ. സലാം ഠോക്ന മീൻസ് അഭിവാദ്യം അർപ്പിക്കും. മീൻസ് നമ്മൾ ആ ഗുഡ് മോർണിംഗ് പറയില്ലേ, അപ്പം രാവിലെ കാണുമ്പോൾ ആ ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദ്യം പറഞ്ഞതിന് ശേഷം ഓടിപ്പോകും. എന്നിട്ട് ചിക്കെടുത്തുകൊണ്ട് വരും. मम्मी अंदर घुसेंगी और एक बड़ी सी मेज़ के पीछे रखी कुर्सी पर बैठ जाएगी. അമ്മ എന്നിട്ട് എന്ത് ചെയ്യും? അകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വലിയൊരു മേശയുണ്ട്. ആ മേശയുടെ പുറകിലായിട്ടൊരു കസേര ഇട്ടിട്ടുണ്ട്. ആ കസേരയിൽ ചെന്ന് ഇരിക്കും. മേസ് പർ ഢേർ സാരി ചിട്ടിയാ ഹോങ്കി. അപ്പോഴാ മേശയിൽ ധാരാളം, ഢേർ സാരി എന്ന് വെച്ചാൽ കൂന, ഢേർ എന്ന് പറഞ്ഞാൽ കൂന എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ധാരാളം എന്താണ്, വളരെ ധാരാളം ലെറ്ററുകൾ കാണും. ഫയലേ ഹോങ്കി, ഫയലുകളും കാണാം. ഉസ് സമയ തക് മമ്മി ഏകദം ബദൽ ചുക്കി ഹോഗി. അപ്പോൾ മുതൽ എന്താണ്, അമ്മ എന്താണ് തികച്ചും മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ വ്യത്യസ്തയായി മാറും. കാരണം ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അപ്പോഴേക്കും അമ്മ തികച്ചും ബദൽ ചേഞ്ച് ചെയ്തിരിക്കും. कम से कम बेंडी को उस कुर्सी पर बैठी मम्मी कभी अच्छी नहीं लगती. കംസെ കം ബെണ്ടിക്കോ, ഏറ്റവും കുറഞ്ഞത് ബെണ്ടിക്ക് എന്താണ് ബെണ്ടിക്ക് പോലും എന്താണ് ഉസ് കുർസി പർ ബൈഠി, ആ കസേരയിലിരിക്കുന്ന മമ്മി കഭി അച്ഛി നഹി ലഗ്തി, അമ്മയെ എന്താണ് തികച്ചും എന്താണ് ഇഷ്ടം ആകാറില്ലായിരുന്നു. കാരണം ഏറ്റവും കുറഞ്ഞത് ബെണ്ടിക്ക് പോലും ആ കസേരയിലിരിക്കുന്ന അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മമ്മി കഭി അച്ഛി നഹിലെ. അച്ഛ അതിൻ്റെ ഓപ്പോസിറ്റാണ് ബുര. അച്ഛ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ബുര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഓഫീസിൽ അമ്മ ചെന്ന് കഴിയുമ്പോൾ ധാരാളം ഫയൽസും ലെറ്റേഴ്സും കാണും. പിന്നീട് അമ്മയുടെ വേറൊരു ചേഞ്ചസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ബെണ്ടിക്ക് പോലും ആ കസേരയിലിരിക്കുന്ന അമ്മയെ കഭി അച്ഛി നഹി ലഗ്തി ലഗി, കാരണം അത്ര നല്ലത്, അതായത് അങ്ങനെ ആ കസേരയിലിരിക്കുന്ന അമ്മയെ ബെണ്ടിക്ക് അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.